നാളെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അറിയാം. അപ്പം ഏത് സർക്കാർ വരും എന്നുള്ളത് നാളെ അറിയാം. അപ്പം ഏത് സർക്കാർ വന്നാലും ഞാനൊരു പ്രവാസി എന്നുള്ള നിലയിൽ, അതുപോലെ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവർ എന്ന നിലയിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യണത് അറിയാം. അപ്പോൾ എന്താ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇപ്പോൾ സർക്കാർ അതേപോലെ അടിച്ചു കൊടുക്കുന്ന ലൈസൻസ്, പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ലൈസൻസ്, ഇപ്പോൾ സർക്കാർ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പം നമ്മളെ ലൈസൻസ് ഡിജിറ്റൽ ലൈസൻസ് ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ സ്വന്തമായിട്ട് PVC പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തിട്ട് അത് സ്വന്തമായിട്ട് എടുക്കും. അതിൽ നമ്മളെ ഹോളോഗ്രാം ഇല്ല. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യൂറോപ്പിൽ ഇപ്പം നമ്മളൊരു സുഹൃത്തിന് സംഭവിച്ച കാര്യം, ആൾ പിന്നെ അധികമൊന്നായിട്ടൊന്നുമില്ല, പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. അങ്ങനത്തെ 1-2 ആൾക്കാർക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ലൈസൻസ് ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓസ്ട്രിയൻ പോലീസ് പിടിച്ചിട്ട് അത് ക്രിമിനൽ കേസായാണ് ഇവർ ഫയൽ ചെയ്തത്. ഈ ലൈസൻസ് ഫേക്കാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഡിജിറ്റൽ ലൈസൻസാണ്. യൂറോപ്പിൽ വരെ ഡിജിറ്റലായില്ല ലൈസൻസ്. അത് കമ്പ്യൂട്ടറിൽ അങ്ങനത്തെ രേഖ ഉണ്ട്. അത് എല്ലാ ലൈസൻസും ഓൾറെഡി അതിൻ്റെ രേഖ ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഈ ഡിജിറ്റൽ ലൈസൻസ് ആണതിൻ്റെ മുന്നേ നമ്മളെ ലൈസൻസ് നമ്പർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖ അവിടെ കിട്ടുമെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ കാര്യം ഇവിടുത്തെ യൂറോപ്പിലെ പോലീസുകാർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് ഫേക്ക് ലൈസൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവർ ഇത് ചെയ്യണത്. നമ്മൾ ഈ പോലീസുകാരുടെ അവസ്ഥ അറിയാലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ കേൾക്കാൻ തയ്യാറായി. നമ്മളെ നാട്ടിലായാലും ലോകത്ത് പോലീസിന് ഒറ്റ സ്വഭാവമുള്ളൂ. ആ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ സേവിക്കാനാണ് ഈ പോലീസുകാർ. പക്ഷെ ഒരിക്കലും എന്താണ് ചില ആൾക്കാർ, എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്തി പറയാൻ പറ്റൂല അറിയാം. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഇതാക്കാനോ തയ്യാറല്ല. അവരൊരാളെ ട്രീറ്റ് ചെയ്യണം. ഇപ്പം അയാളൊക്കെ ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ മോഡലാണ് ട്രീറ്റ് ചെയ്ത് ഈ പിടിച്ച ആൾക്ക്. ഒരു പയ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പിന്നെ അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ പിന്നെ കേസ് ഫയൽ ചെയ്തിട്ട് നാട്ടിൽ ക്രൈം ബ്രാഞ്ചിൽ അന്വേഷണത്തിന് പോയിട്ട് അവർ ക്രിമിനലാണോ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങോട്ട് അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്തതാണ്. ഒരു ലൈസൻസിൻ്റെ പ്രശ്നം അത്. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പോൾ കേരള സർക്കാരിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈസൻസ് പ്രിൻ്റ് ചെയ്യാൻ, അതിപ്പോൾ ഏത് സർക്കാരായിക്കോട്ടെ, പ്രിൻ്റ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര പിന്നെ നാണക്കേടാണ്.